ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇസ്മി സൈമൺ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല സുപ്രഭാതം നേരുകയാണ്. ഒരാളിൻ്റെ കൂടെ കൂടിയിരിക്കും, എക്സസൈസ് ചെയ്യുമ്പോൾ എല്ലാം വന്നിരിക്കും. ഒരു 10-17 പട്ടിയുണ്ട്, അതിൻ്റെ എല്ലാം ഓവർടേക്ക് ചെയ്താൽ വരുന്നത്. ഒരു പ്രത്യേക സ്നേഹമാണ്. ഇതാണ് ഈ സേന ഈ 17 പട്ടിയുടെ ആക്രമിക്കാമെന്ന് ഞാനാണ് രക്ഷിച്ചത്. അതിന് ശേഷം തോന്നുന്നു എന്നോട് അടുപ്പം. ഓക്കെ, എനിഹോ നമ്മുടെ മനുഷ്യത്വം എന്ന് അവസാനിക്കുന്നു, അവിടെ നമ്മുടെ ജീവിതം തീരുകയാണ്. നാം രോഗിയായി മാറുകയാണ്. പഠനങ്ങളെല്ലാം കാണിക്കുന്നത് നമ്മുടെ പോസിറ്റീവ് തിങ്കിങ്ങും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും മാറി അനുകമ്പാർദ്രമായ സ്നേഹവും അലിവും നശിക്കുന്ന സമയത്ത് നമ്മളിൽ ഓരോരോ രോഗങ്ങൾ വന്നു തുടങ്ങും. നിങ്ങൾ ചുറ്റും ശ്രദ്ധിച്ചുകൊള്ളുക. പലപ്പോഴും എപ്പോഴും ദേഹവേദനയാ, മേലുവേദനയാ, എനിക്ക് ഇതാന്ന് പറയുന്ന പുരുഷനെയും സ്ത്രീയെ ശ്രദ്ധിച്ചു. അവർ നല്ല പരദൂഷകക്കാരായിരിക്കും. പരദൂഷണം പറയുന്ന സ്പെഷ്യലിസ്റ്റുകളായിരിക്കും, കല്യാണം മുടക്കികളായിരിക്കും. ആരെപ്പറ്റി അവർക്ക് നല്ലത് പറയാനില്ല. സ്വന്തം മകനെ വിളിച്ച് ചോദിച്ചാലും ആ എന്ന് വേണേൽ പറയും, എന്നാലും നല്ല എന്ന് പറയത്തില്ല. അതാണ് ഇത്തരക്കാരുടെ ഒരു പ്രത്യേകത. ഒരു കാര്യം ഞാൻ പറയാം, ഈ രോഗങ്ങളും പ്രയാസങ്ങളെല്ലാം നാം ക്ഷണിച്ചു വരുത്തുന്നതാണ്. നമുക്ക് ഇച്ഛാശക്തിയോടുകൂടി ബുദ്ധി കൂർമ്മതയോടുകൂടി യൗവനത്തിൽ പ്രവർത്തിക്കണം, നമ്മൾ സമ്പാദിക്കണം. ദൈവം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സമ്പാദിക്കണം. അങ്ങനെ ചെയ്യുമ്പം നമുക്ക് എതിര് നിൽക്കുന്നവരെയും നമ്മൾ സ്നേഹിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം. ഇപ്പം നമ്മുടെ ബൈബിളിലെ 10 കൽപ്പനകൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? എന്താ? ഒന്ന്, നിൻ്റെ കർത്താവിനെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. 2, നിൻ്റെ കർത്താവിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. 3, നിൻ്റെ കർത്താവ് കൽപ്പിച്ച സാബത്ത് ആചരിക്കുക, വിശുദ്ധമായി കൊണ്ടാടുക. 4, എന്താണ് 4? നിൻ്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. 5, കൊല്ലരുത്. 6, വ്യഭിചാരം ചെയ്യരുത്. 7, മോഷ്ടിക്കരുത്. 8, നിൻ്റെ അയൽക്കാരൻ്റെ ഭാര്യയെ നീ മോഹിക്കരുത്. 9, അയൽക്കാരനെതിരെ കള്ളസാക്ഷ്യം പറയരുത്. 9, അയൽക്കാരൻ്റെ ഭാര്യയെ നീ മോഹിക്കരുത്. 10, അവൻ്റെ വസ്തുക്കളെയോ ഭവനങ്ങളോ മറ്റൊന്നും നീ ആഗ്രഹിക്കരുത്. ഇതെല്ലാം കൂടെ സംശീകരിച്ചുകൊണ്ട് പറഞ്ഞ് എന്താ? നിന്നേക്കാൾ ഉപരി നിൻ്റെ അയൽക്കാരെ സ്നേഹിക്കണമെന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാം ദൈവത്തോടടുക്കുകയാണ്, സ്വർഗത്തോടടുക്കുക. ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് രോഗങ്ങളൊന്നും വരത്തില്ല. അവൻ്റെ മനസ്സ് ഒത്തിരി ശക്തമായിരിക്കും. അവന് എപ്പോഴും ജനങ്ങളെ കരുതുന്നവനായിരിക്കും. യെസ്, ഗുഡ് മോർണിംഗ്. എന്നെ പറ്റി ഒരു ചെറിയ മെലിച്ചിൽ പോലെ ഉണ്ടല്ലോ, എന്ത് പറ്റി? അല്ലേ? ഇതെൻ്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതനാണ് കേട്ടോ, ഒരു സ്പെഷ്യലിസ്റ്റാണ്. കരിമീൻ പിടിക്കുന്നതിനൊക്കെ വലിയ സ്പെഷ്യലിസ്റ്റാണ് അല്ലേ? എന്തായാലും ശരീരം ഒന്ന് ശ്രദ്ധിക്കണേ, എന്തോ ഒരു വല്ലാതെ മെലിച്ചിൽ കാണും. ഓക്കെ, ശ്രദ്ധിക്കണം. വെള്ളാടിയൊന്നും പാടില്ലല്ലോ, ഭാര്യയും കൊണ്ട് ആശുപത്രി പോകുന്നതല്ലേ? അപ്പോൾ ദൈവം അനുഗ്രഹിക്കും. ഞാൻ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ, ഇവനെന്നും എൻ്റെ കൂടെ കൂടി. ഒരു ദിവസം എന്നെ പട്ടികളൊക്കെ ഞാൻ രക്ഷിച്ചതാണ്, അന്ന് തൊട്ട് എൻ്റെ പുറകെയുണ്ട്. ആണോ? ശരി. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിത സാക്ഷ്യം ഇപ്പം നിങ്ങൾ കണ്ടത്. എനിക്കിവരെല്ലാം പ്രിയപ്പെട്ടവരാണ്. ഞാൻ അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുക. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ പ്രവൃത്തി, എൻ്റെ മാതൃക. ഞാൻ ഒന്ന് കാണിച്ചിട്ട് ഒന്നും പറയാറില്ല, ഒന്നും ചെയ്യാറില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ ശക്തമായ ചിന്താഗതിയോട് മുമ്പോട്ട് പോകണം. നമ്മൾ അധ്വാനിക്കണം. അതുപോലെ മറ്റുള്ളവരെ ആദരിക്കാൻ പഠിക്കണം, സ്നേഹിക്കാൻ പഠിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല ആളുകളാണ് എൻ്റെ ഇത് കാണുന്നത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും എൻ്റെ ഫ്രണ്ട്സായിട്ട് എൻ്റെ ലൈവിലുണ്ട്. അപ്പോൾ എല്ലാവരും അവരവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞാനൊരു കത്തോലിക്കനാണ്, ക്രിസ്ത്യാനിയാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ പ്രാർത്ഥിക്കും, നിങ്ങൾക്കും പ്രാർത്ഥിക്കാം. ഒരു കാര്യമുണ്ട്, പരദൂഷണം പറയും. നമുക്ക് ജന്മനാ തന്നെ നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് ബൈബിള് റിസർച്ച് ചെയ്യുന്നതാണ് സ്വർഗം എന്ന് പറയുന്നത്. എന്താ? ബൈബിൾ ഞാൻ പലതവണ വായിച്ചു കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു, റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ എവിടെയും
ഒരു ധനികൻ ഈസിയായിട്ട് സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ലാസർ രോഗിയായിരുന്നു, കഷ്ടപ്പെടുന്നവനായിരുന്നു, മേലാത്തവനായിരുന്നു. പക്ഷെ അവൻ അബ്രാഹത്തിൻ്റെ മടിയിൽ വരെ എത്തിയല്ലേ. അപ്പോൾ നമുക്ക് റിസർവ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ സ്വർഗം, പാവപ്പെട്ടവരായ നമുക്കെല്ലാം. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? അത് നശിപ്പിക്കാതിരിക്കണം. എന്ത് ചെയ്യണം? നമ്മൾ അനുകമ്പാർദ്രമായൊരു ഹൃദയം അത് സൂക്ഷിക്കണം. പാവങ്ങളെ സ്നേഹിക്കണം, സാധാരണക്കാരെ പാവങ്ങളെന്നല്ല, പണക്കാരനാണെങ്കിൽ ഒരു ആവശ്യം വന്നാൽ അവനെ സഹായിക്കണം. അവൻ്റെ വാഹനം ഒന്ന് വഴി കേടായി അവനെ ഹെൽപ്പ് ചെയ്യണം. എനിക്കങ്ങനെ തിരിവൊന്നുമില്ല. പാവങ്ങൾക്ക് വേണ്ടി അങ്ങനെയൊന്നുമില്ല. ഇടത്തരക്കാരെയും സഹായിക്കുക. ആർക്ക് വേണേലും ഒരു ആവശ്യം വന്നാൽ നമ്മൾ സഹായിക്കണം. അതിലാണ് നമ്മുടെ സ്വർഗം ഇരിക്കുന്നത് അല്ലേ. ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ കുശുമ്പും കുന്നായ്മയെല്ലാം ഉപേക്ഷിച്ച് ഒരല്പം വിനയത്തിലൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ രോഗങ്ങൾ ഒന്നൊന്നായി വിട്ടുപോകും. നിങ്ങളുടെ ബോഡി പെയിൻ മാറും, ശരീരത്തിന് ഒരു ഊർജ്ജസ്വലത വരും, പ്രാർത്ഥിക്കാൻ ശക്തി വരും. അപ്പം നമ്മൾ മുന്നോട്ട് പോവുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറയുന്നേ ഉള്ളൂ. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇന്നലെ ഞാൻ കുടുംബജീവിതത്തെ പറ്റിയായിരുന്നു ഒരു വീഡിയോ ചെയ്തത്. ഒത്തിരി പേര് ആഗ്രഹിച്ച് പറഞ്ഞിട്ട് ചെയ്തതാണ്. എന്തായാലും ഒരു കൂടുമ്പോൾ ഇമ്പമുള്ളതായിരിക്കണം കുടുംബം ശക്തമല്ലെങ്കിൽ നിങ്ങൾ ലോകത്ത് എന്തെല്ലാം നേടിയാലും അത് വ്യർത്ഥമാണ്. എനിക്ക് എത്രയോ പണക്കാരെ അറിയാം, സമാധാനം ഇല്ലാത്തവർ. എന്തിനാണ് നമ്മളെ ക്ഷണിച്ച് കൊണ്ടുപോയിട്ട് നമുക്ക് വലിയ ഫോം ബെഡ് ഓഫർ ചെയ്യുമ്പം അവർ കിടക്കുന്നത് തടിക്കഷ്ണത്തിലൊക്കെയാണ്, പാവരിച്ച. അതാണ് അവരുടെ സ്ഥിതി. അപ്പം പണത്തിലോ പ്രതാപത്തിലോ ഒന്നുമല്ല, അനുകമ്പാർദ്രമായൊരു ഹൃദയവും ദൈവസ്നേഹവും ഉണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ എന്നും അതൊരു നേട്ടമായിരിക്കും. ഹായ് ഇത്തരം സുന്ദരമായൊരു പ്രഭാതം എനിക്ക് ദൈവം തന്നിരിക്കുന്നത്. ഇത് ഞാനിങ്ങനെ എൻജോയ് ചെയ്യാറുണ്ട്. എൻ്റെ ഒരു ദിവസത്തെ ഊർജ്ജം മുഴുവൻ ഈ രാവിലത്തെ എക്സർസൈസിലും ഈ ബ്രീത്തിലും ഈ നടപ്പിലുമൊക്കെയാണ്. ഞാൻ രാവിലെ 4:30 എഴുന്നേറ്റ് 10:30 ആകുമ്പോഴാണ് ഉറങ്ങുന്നത്. അതിനിടയ്ക്ക് വിശ്രമമില്ല, ഓരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കും. എപ്പോഴും ഓൾ ദി ടൈം ഐ ആം ഡൂയിങ് സംതിങ് എൽസ്, നോട്ട് ഓൺലി ഫോർ മൈസെൽഫ് ബട്ട് ഫോർ ദി നേഷൻ ആസ് എ ഹോൾ. എൻ്റെ വീഡിയോകളും എൻ്റെ പോസിറ്റീവ് തിങ്കിങ്ങും പ്രവർത്തനം എല്ലാം അങ്ങനെയാണ് ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത്. എനിക്ക് വേണ്ടിയോ എൻ്റെ മക്കൾക്ക് വേണ്ടിയോ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയോ മാത്രമല്ല, ഞാൻ ഒത്തിരി സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. വാസം വരെ വളരെ വിനയത്തോടെ ഞാൻ പറയട്ടെ, ഓരോ സംഘടന ഞാൻ പ്രവർത്തിക്കുമ്പം എൻ്റെ ആഗ്രഹം അവരെ കൂടി എന്നെപ്പോലെ ആക്കണം എന്നുള്ളതാണ്. എന്നെപ്പോലെ എന്ന് പറഞ്ഞാൽ വിനയമുള്ളവരായിരിക്കണം, പാവങ്ങളെ സഹായിക്കുന്നവരായിരിക്കണം, മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറഞ്ഞ് നടക്കുന്നവരായിരിക്കരുത്. അവരുടെ ജീവിതത്തിൽ ശാന്തി സമാധാനം ഉണ്ടാകണം, സമ്പത്തുണ്ടാകണം, ഐശ്വര്യം ഉണ്ടാകണം. ഇതാണ് എൻ്റെ ഒരു അതിനുവേണ്ടിയാണ് ഞാൻ ഓരോരോ സംഘടനകളിൽ പ്രവർത്തിക്കുന്നത്. ഓരോ സംഘടനയിലും അല്ല എനിക്ക് സമയമുണ്ടായിട്ടോ ഒന്നുമല്ല. നമ്മൾ വ്യഗ്രതയോടുകൂടി ജീവിക്കുമ്പം, അതായത് ഇന്നല്ലേ നാളെ ഞാനും മാഞ്ഞു പോകും. അങ്ങനെ മാഞ്ഞു പോകുമ്പം നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പം, നീ എന്താണ് അവിടെ ചെയ്തതെന്ന് ചോദിച്ചാൽ പറയണ്ടേ. എനിക്കറിയാവുന്ന വിദ്യകളൊക്കെ ഞാൻ ഇന്ന കാര്യങ്ങൾ പഠിപ്പിക്കും. ഞാൻ വലിയ ആയോധന അഭ്യാസം അത് പഠിപ്പിച്ചേനെ. ഞാൻ നല്ലൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ അത് ചെയ്യും. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇപ്പോഴും ആളുകൾ വന്ന് അഭിപ്രായം ചോദിക്കാറുണ്ട്, ഞാൻ ഉപദേശം കൊടുക്കാറുണ്ട്, എന്നെ കണ്ടാൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ജനിച്ച് മരിച്ച് പശുക്കളെ പോലെ മൃഗങ്ങളെ പോലെ ജീവിച്ച് പോകാനുള്ളവരല്ല. നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് നിങ്ങളെപ്പറ്റി ഓർക്കാൻ തക്ക വിധം നിങ്ങൾ പ്രവർത്തിക്കണം. അപ്പോൾ അനുകമ്പാർദ്രമായ പ്രവൃത്തി നമ്മളെ അതിന് സഹായിക്കും. പക്ഷെ ഒന്നുണ്ട്, നമ്മളിതെല്ലാം വിളിച്ചു പറഞ്ഞ് നടക്കരുത്. ഇപ്പോൾ സാറെന്തിനാ വിളിച്ചു പറഞ്ഞത് എന്നോട് ചോദിച്ചാൽ, ഞാൻ വിളിച്ചു പറയുന്നത് നിങ്ങൾ അറിയാൻ വേണ്ടിയാണ്, മോഡലാകാൻ വേണ്ടിയാണ്. ഞാൻ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നത് പറയുന്നില്ലല്ലോ. പക്ഷേ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കൈ ചെയ്യുന്ന മറുകൈ അറിയരുതെന്നാണ് നമ്മളെ ദൈവം പഠിപ്പിക്കും. ഞാൻ വിൻസെൻ്റ് പോൾ സൊസൈറ്റി ഒരു സംഘടന, ഇൻ്റർനാഷണൽ സംഘടന ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ പ്രസിഡൻ്റായിരുന്നു കുറച്ച്, ഇപ്പം വെറും മെമ്പറാണ്. പക്ഷേ ഈവൻ ദോ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ സംഘടനയ്ക്ക്, അതിനോടൊപ്പം നിൽക്കുക. എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യുന്നത് നമ്മൾ 4 പേര് നിൽക്കുകയാണെങ്കിൽ മൂന്നാമന് നമ്മൾ സഹായം ചെയ്താൽ ഈ 4 പേരും അറിയത്തില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് അതിൻ്റെ നിയമം. അതായത് നമ്മൾ പഠിപ്പിച്ച് വിട്ട ആളുകൾ വലിയ വലിയ ആളുകളായി നമ്മുടെ ഇടവകയിൽ സമൂഹത്തിലുണ്ട്. അത് ക്രിസ്ത്യൻസിനോ കാത്തലിക്സിനോ മാത്രമുള്ള സംഘടനയല്ല, ഏത് മതവിഭാഗത്തിനും സഹായം കിട്ടും. വിൻസെൻ്റ് പോൾ സൊസൈറ്റിയിൽ അപേക്ഷ കിട്ടിയാൽ നമ്മൾ പരിഗണിച്ച് അവരെ സഹായിക്കും. ജാതിയോ മതമോ ഒന്നും നോക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്കൊരു അത്ഭുതം തോന്നിയിട്ടുണ്ട്.
ഞാൻ പ്രസിഡൻ്റായിരുന്നപ്പം കുറേ മറ്റ് വിഭാഗക്കാർക്ക് ജാതി പറയുന്നില്ല പൈസ കൊടുക്കണം. ആ വീട് വലിയ ആക്സിഡൻ്റായി, സാമ്പത്തികമുള്ള ആവശ്യം മേല, പൈസയില്ല, ഫണ്ടില്ല, ആശുപത്രി ചിലവ്. അപ്പം നമ്മൾ ചെന്ന് പ്രാർത്ഥിച്ച് പൈസ കൊടുത്ത് പ്രാർത്ഥിച്ച് പോരുമ്പോൾ പിന്നെ രണ്ടാമത് നമ്മൾ ചെല്ലും. ഒരു 2 മാസം കഴിയുമ്പോൾ വീണ്ടും എന്താ, അപ്പോൾ അവർ പറയുന്നു, അയ്യോ സാറൊക്കെ വന്നു പോയതിന് ശേഷം അല്ലേ, നിങ്ങളെല്ലാം വന്നു പോയതിന് ശേഷം, ബ്രദേഴ്സ് വന്നു പോയതിന് ശേഷം ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല, ഞങ്ങളെ സഹായിക്കാൻ ആളുകൾ ഓടിയെത്തി, ഞങ്ങളുടെ ബന്ധുക്കൾ ഓടിയെത്തി, മക്കൾ വന്നു, ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ഒരു പ്രശ്നമില്ലെന്ന് പറയുന്ന ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഒരിടത്ത് പോലും പ്രാർത്ഥനയോടുകൂടി വിൻസെൻ്റ് ഇപ്പോൾ സഹോദരങ്ങൾ ചെന്നിട്ട് പോന്നിട്ടുള്ള ഒരിടത്തും രണ്ടാമത് ഞങ്ങൾക്ക് പോകേണ്ടി വന്നത്. ഇപ്പോൾ ഞങ്ങൾ ചെല്ലും, പക്ഷെ അവർ പറയും വേണ്ടാന്ന് പറയും. അതാണ് അവരുടെ അനുഭവം. ആ ജീവിതത്തിൽ വലിയ ഉയർച്ചയാണ് അവർക്ക് കിട്ടുന്നത്. പ്രാർത്ഥന കൊണ്ടാണ്, പരിശുദ്ധാത്മാഭിഷേകം കൊണ്ടാണെന്നാണ് എൻ്റെ വിചാരം. തീർച്ചയായിട്ടും ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുത്, ഒന്ന്. രണ്ടാമത് നമ്മൾ അനുകമ്പാർദ്രമായ ഹൃദയത്തോടു കൂടി വേണം പ്രശ്നങ്ങളെ നോക്കിക്കാണാൻ. പരദൂഷണം പറഞ്ഞും കുറ്റം പറഞ്ഞും നടക്കരുത്. അങ്ങനെ ചെയ്യുമ്പം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ആസ്മയും ബോഡി പെയിനും കാലുവേദനയെല്ലാം വിളിച്ചു വരുത്തുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മര്യാദയ്ക്ക് നമുക്ക് ജീവിക്കാം. രാവിലെ പ്രഭാതത്തിൽ ഉണർന്ന് അല്പം ചൂടുവെള്ളമൊക്കെ കുടിച്ച്, ഞാനാണ് അല്പം നെയ്യ് 2 തുള്ളി നെയ്യൊക്കെ ഒഴിച്ചാൽ കുടിക്കുന്നത്. കുടിച്ച് ഒന്ന് ഫ്രഷായി നടക്കാനിറങ്ങുമ്പോൾ ഒരു ബിസ്ക്കറ്റ് പൊട്ടിച്ച് വായിലിടും. ഞാൻ 34 വർഷമായിട്ട് ഡയബറ്റിക് പേഷ്യൻ്റാണ്. പക്ഷേ എന്നാലും ബിസ്ക്കറ്റ് പൊട്ടിച്ച് വായിടും. മധുരം ഉള്ളിൽ ഇൻസുലിൻ ഉണ്ടാകാൻ വേണ്ടിയാണ്. ബോഡിയെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇൻസുലിൻ വേണം. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ വാക്ക് ചെയ്യും, എക്സസൈസ് ചെയ്യും ബോഡി അപ്പോൾ നമുക്ക് ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് കവറപ്പ് ആകാൻ പറ്റും. എന്നെ സംബന്ധിച്ച് അതാ. ഇൻസുലിൻ വരെ ആയ ഞാനിപ്പോൾ എന്താ പറയുക, ചെറിയൊരു ഗുളിക മാത്രമേ കഴിക്കുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ആധുനികമായ ഒരു ചികിത്സാ രീതി ഞങ്ങൾ എടുത്തായിരുന്നു. അതായത് ഈ മൂത്രത്തിൽ കൂടെ ഷുഗർ പോകുന്നൊരു മരുന്ന് കണ്ടുപിടിച്ചു, അത് കഴിച്ചു. കഴിക്കുമ്പോൾ ഷുഗറെല്ലാം മാറും, പക്ഷേ എനിക്കത് ശകലം ക്രിയാറ്റിൻ ലെവൽ കൂട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അത് മാറ്റി, അതിൻ്റെ ആവശ്യമില്ല, ഇത് കഴിക്കാൻ പറഞ്ഞ് ഇങ്ങനെ തന്നിരിക്കുക. സാധാരണ ഗുളിയാണ് ഇത്. എന്താ കാര്യം, നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ഒരുപോലെ ആകുമ്പോഴാണ് ഈ രോഗപീഠകളൊക്കെ വിട്ടുപോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് സമൂഹത്തെ സ്നേഹിക്കണം. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ വീട് പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കണം. നമ്മുടെ വീട്ടിൽ വലിയ വാഷ് ബേസിനൊന്നും ഇല്ലെങ്കിൽ ശരിയാണ്, പക്ഷേ നിങ്ങൾ മീൻ വെട്ടുന്ന വെള്ളം ഒരു തൂമ്പ എടുത്ത് കുത്തിയിട്ട് ഒരു തെങ്ങിൻ്റെ ഒരു കുത്തി അതിനകത്ത് ഒഴിച്ച് അങ്ങ് മൂടിക്കുക. അപ്പം വീട്ടിൽ ഉളുമ്പുമടയൊന്നും എന്താണെങ്കിലും അങ്ങനെ ചെയ്തേ, ഒരു മണവും വരത്തില്ല. നമ്മൾ വലിയ മോഡേൺ സിസ്റ്റം ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ചെടികൾ വെച്ച് പിടിപ്പിക്കുക. നിങ്ങളുടെ വീടിന് ഏറ്റവും അടുത്തുള്ള തെരുവിൽ നിങ്ങളുടേതായിട്ട് 1-2 ചെടി വെച്ച് പിടിപ്പിക്കുക, അതിന് വെള്ളമൊക്കെ ഒഴിച്ച് സന്തോഷിക്കുക. ഇങ്ങനെ എല്ലാവരും ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ നാട് അമേരിക്കയൊക്കെ തോപ്പി. ഇപ്പം തന്നെ നമ്മൾ കേരളം ടൂറിസത്തിൻ്റെ ഭയങ്കര വളർച്ചയാണ്. നമ്മുടെ കേരളത്തിൻ്റെ റവന്യൂ നിയന്ത്രിക്കുന്നത് ടൂറിസമാണ്, മദ്യമോ ലോട്ടറിയോ അല്ല. അതിനെ നമ്മൾ ഇനിയും പ്രോത്സാഹിപ്പിക്കും. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റഡി കാണിക്കുന്നു, ഇന്ത്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ സാമ്പത്തിക തലസ്ഥാനം മുംബൈ പോലും ഇല്ല, കേരളത്തിൽ ഉള്ളത്രയും ടൂറിസ്റ്റ് ഹോട്ടലുകൾ. ടൂറിസ്റ്റുകൾക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ എല്ലാം ബുക്കിങ്ങാണ്, ഫുൾ ബുക്കിങ്ങാണ്. നിങ്ങൾ ഞാനൊരിക്കൽ കുമളി പോയി കിടന്നത് ഒരു പള്ളിയുടെ സ്കൂളിൻ്റെ എന്ന് വെച്ചാൽ അറൗണ്ട് ഒരു 11 o'clock മിഡ്നൈറ്റിൽ, നമ്മൾ നൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ആരംഭിക്കുമ്പോൾ ചെന്നത് ഒറ്റ ഹോട്ടലിൽ മുറിയില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ ഒരു പള്ളി അച്ഛൻ ഉറങ്ങുമോ പാവം, അവിടെ ചെന്ന് വിളിച്ചു. റോമൻ കത്തോലിക്ക പള്ളിയാണ് കുമളി, വലിയ പ്രശസ്തമായ പള്ളിയാണ്. വിളിച്ചപ്പോൾ അച്ഛൻ വന്ന് സ്കൂളിൻ്റെ മുറി തുറന്നു തന്നു. ഇത് തരാം, അതിനകത്ത് ബെഞ്ചിൻ്റെ സ്കൂൾ. ഞങ്ങൾ ഒരു ജീപ്പ് നിറച്ച ആളാണ്, 5-6 പേരുണ്ട്. വലിയ വലിയ ആളുകളാണ്, ചെറിയ ആളൊന്നുമല്ല, വലിയ വലിയ സ്പെഷ്യൽ ഗ്രേഡ് ഓഫീസേഴ്സാണ്. ഞങ്ങൾ ആ ബെഞ്ചേ കിടന്നുറങ്ങി. ആ പള്ളിയിൽ അച്ഛൻ്റെ കരട് വെളുപ്പിലെ അച്ഛനൊരു കാപ്പി കൊണ്ട് തന്നു, കട്ടൻ കാപ്പി. അതൊക്കെ ഞങ്ങൾക്ക് സ്വർഗം പോലെ തോന്നി. അങ്ങനെ ഒരു അനുഭവമുണ്ട്. അപ്പം ടൂറിസം ഇവിടെ വളരെ ശക്തമായി വരികയാണ്. അതനുസരിച്ച് നമ്മൾ ഓരോരുത്തരും ജീവിക്കണം. ഓരോ നൂക്ക് ആൻഡ് കോർണറിൽ നല്ല നല്ല ഹോട്ടലുകളൊക്കെ വരുമ്പോൾ അത് ആരെയും നശിപ്പിക്കും. നമുക്ക് ആവശ്യമില്ല, നമ്മൾ പോകണ്ട. അവിടെ വരുന്ന വിദേശികളും മറ്റ് സംസ്ഥാനത്ത് നിന്ന്, കേരളം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് എല്ലാവരും ഓടി വരിക. എന്താ, ഇവിടെ ശാന്തിയുണ്ട്, സമാധാനമുണ്ട്, 2 നേരം കുളിക്കുന്ന മനുഷ്യരുണ്ട്, വൃത്തിയായി വസ്ത്രം ധരിക്കുന്ന മനുഷ്യരുണ്ട്, നന്നായി സ്നേഹിക്കുന്നവരാണ്. അവരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ്. അവരുടെ കരിമീൻ പൊള്ളിച്ചതെന്നൊക്കെ പറഞ്ഞാൽ ഇൻ്റർനാഷണലി ഫേമസ് ആണ്. അങ്ങനെ എല്ലാം തേടിയെത്തിയ ആൾ വരിക. അപ്പം നമുക്ക് അതിനോടൊപ്പം നിൽക്കണം, അവരെ സഹായിക്കണം. വിദേശികളെയും സ്വദേശികളെയും വിനോദത്തിന് വരുന്നവരെയൊക്കെ നമ്മുടെ അതിഥികളായി സ്വീകരിക്കണം. നമ്മുടെ നാടിൻ്റെ ഉയർച്ചയ്ക്ക് നമ്മളും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇത് എൻ്റെ കേരളം, എൻ്റെ പൊന്നു കേരളം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. വി മസ്റ്റ് തിങ്ക് അബൌട്ട് വാട്ട് ഈസ് അവർ കോൺട്രിബ്യൂഷൻ ഫോർ ബിൽഡിംഗ് അപ്പ് ദിസ് കേരളം, ഫോർ
ക്രിയേറ്റിംഗ് ദിസ് കേരളം എന്ന് ചിന്തിച്ചു തുടങ്ങണം. അപ്പോഴാണ് ഞാൻ എന്നെ പോലെ ഭക്ഷണം കഴിക്കാൻ അതിന് സഹായിച്ചു, വീട് വെക്കാൻ ബുദ്ധിമുട്ട് വീട് വെക്കാൻ സഹായിച്ചു, ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ പോയതിന് സഹായിച്ചു, അല്ലെങ്കിൽ ആശുപത്രി കിടന്ന രോഗിക്ക് വേണ്ടി കൂട്ടിരിപ്പിന് പോയി, അല്ലെങ്കിൽ ഒരു ആശുപത്രി പോയ ആളുടെ ഓപ്പറേഷന് വേണ്ടി ഞാനൊരു നല്ല തുക കൊടുത്തു എന്നിങ്ങനെ ഉള്ള ചിന്തയൊക്കെ വരുന്ന അപ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് നിന്നാൽ ഇപ്പോൾ തന്നെ നമ്മുടെ കേരളം സുന്ദരമാണ്, അതൊരു സുരസുന്ദരമാക്കി മാറ്റാൻ കഴിയും. തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾ സൂപ്പറാണ്. ഞാൻ ഗവൺമെൻറ്റിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും പറയും സൈമൺ കമ്മ്യൂണിസ്റ്റായിട്ടല്ല. ഇപ്പോൾ ഈ ഗവൺമെൻറ് അടുത്ത കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗവൺമെൻറ് അവരും ഇങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചെയ്യുന്നത് ഭയങ്കര മോഡേണാണ്, സയൻറ്റിഫിക്കാണ്, പ്രൊഫഷണലാണ് എന്നുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. നമ്മളീ പ്രൊഫഷണലിസം പഠിച്ചുകൊണ്ടിരിക്കുന്നു, അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. അവരുടെ രീതി കണ്ടിട്ടായി പറയുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു ഇതുകൊണ്ടല്ല. അടുത്ത ഗവൺമെൻറ് UDF വരുന്നതെങ്കിൽ അവരിങ്ങനെ ചെയ്യണം, സയൻറ്റിഫിക്കായി. നിങ്ങൾ വഴി കിടന്ന് അതല്ല ഭരണം. അവിടെ പ്രൊഫഷണൽസിനെ ഉപദേശകരായിട്ട് വെച്ചിട്ട് അവരുടെ ആ അറിവ് പകർന്നെടുത്തിട്ട് അവരെ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നല്ല അടിപൊളി ഭരണം നടത്തണം. ഇനി ഇതിൽ താഴോട്ട് പോകാൻ നമുക്ക് പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഗവൺമെൻറ്റിങ്ങിൻ്റെ താഴോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. അതേ ഗവൺമെൻറ്റിങ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്കും വരിക. ആരും ശ്രദ്ധിക്കുന്നുണ്ടോ? കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്. ഇപ്പോൾ ഞാൻ ഐമനം പഞ്ചായത്ത് നിങ്ങൾ ചെല്ലുക. അവിടെ ചെന്നാൽ ഉടനെ നിങ്ങൾ ഫ്രണ്ട് ഓഫീസ് രജിസ്റ്റർ ചെയ്ത് അവരുടെ ഒരു ടോക്കൺ തരും. എന്നിട്ട് നിങ്ങളൊരു എയർ കണ്ടീഷൻ മുറിയിലേക്കാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ കാപ്പി, ചായ സൗകര്യങ്ങളുണ്ട്, പോയി ചായ കുടിക്കാം. എല്ലാം മിതമായ റേറ്റാണ്. നിങ്ങളുടെ നമ്പർ വിളിക്കും, ടോക്കൺ നമ്പർ 18 നമ്മൾ ചെല്ലുന്നു. നിങ്ങളുടെ വിഷയമൊക്കെ ചോദിക്കുന്നു, ഫീസ് അടയ്ക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തരുന്നു. ഇനി താമസമുള്ളതാണ് നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരുന്നു. എന്താണ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ഇറ്റലിയിലും നടക്കുന്ന അതേ കാര്യങ്ങളാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഐമനത്താണ്. അത് ഐമനം ഞാൻ പേര് പറഞ്ഞതേ ഉള്ളൂ. എല്ലാ പഞ്ചായത്തിലും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ആക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇപ്പം ഒരു പുതിയ ആപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് നികുതി മുൻകൂട്ടി അടയ്ക്കാം, എല്ലാം ഒന്നൊരു സ്ഥിതി വന്നിരിക്കുക. അപ്പോൾ എന്തായാലും ഇതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞ ഇന്നലകളിലെ വെറും സിലോൺ മാത്രം കേട്ടുന്ന റേഡിയോ വെച്ചിരുന്ന ഞാൻ ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. നമ്മുടെ ഈ പ്രപഞ്ചത്തെ ഓർത്ത് നന്ദി പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഞാൻ നടന്നു പോകുമ്പോൾ പല ദേവാലയങ്ങളിലെ ഗാനങ്ങളൊക്കെ വരാറുണ്ട്, കേൾക്കാറുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. ഒന്നാതിരം ഫ്രഷ് എയറൊക്കെ എടുത്ത്. അപ്പോൾ മടിയന്മാരെ നിങ്ങൾക്ക് മുമ്പോട്ട് ജീവിച്ച് പോകണമെങ്കിൽ ഏർലി മോർണിംഗിൽ എഴുന്നേൽക്കുക, അതിൻ്റെ അല്പനേരം പ്രാർത്ഥിക്കുക, മനസ്സിനെ ചിന്തിക്കുക. അതിനുശേഷം നമ്മൾ നടക്കാൻ പോവുക, എക്സർസൈസ് ചെയ്യുക, ഭക്ഷണങ്ങൾ നിയന്ത്രിക്കുക, വലിച്ചു വാരി തിന്നരുത്. വൈകിട്ട് 7 മണിക്ക് ശേഷം ഹാർഡ് ഫുഡ് കഴിക്കരുത്. കഴിക്കുകയാണെങ്കിൽ ഇച്ചിരി നേരം നടക്കണം, എക്സർസൈസ് ചെയ്യണം, ദഹിക്കാനൊരു പ്രവണത കൊടുക്കണം. കഴിച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് ഉറങ്ങാവൂ. അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്കൊരു അറ്റാക്കിനെ തടയാൻ പറ്റും. ഇപ്പോൾ ഒത്തിരി യുവാക്കൾ 30 to 60 ബിലോ ഇൻ ബിറ്റ്വീനാണ് അറ്റാക്ക് വന്ന് മരിക്കുന്നത്. നമ്മുടെ എടുക്കത്ത് തന്നെ ഇപ്പോൾ ഒത്തിരി നടന്നു കഴിഞ്ഞു. ഞാൻ പറയുന്നില്ല, പേടിപ്പിക്കുന്നില്ല. പക്ഷേ ഡെഫിനറ്റ്ലി യു മസ്റ്റ് ഡു സം എക്സസൈസ്. യു മസ്റ്റ് കൺട്രോൾ യുവർ ഫുഡ് ആൻഡ് ഓൾസോ പ്രേ സിറ്റ് വിത്ത് യുവർ ഗോഡ് ആൻഡ് ഓൾസോ ലവ് കമ്പാഷനലി ഓൾ ദി പീപ്പിൾ അറൗണ്ട് യു. ഒരു ഡിസ്ക്രിമിനേഷൻ, പാവപ്പെട്ടവൻ അങ്ങനെയൊന്നുമില്ല. പാവണക്കാരനും നിങ്ങളുടെ ആവശ്യമുണ്ട്, ഇടത്തരക്കാരനും നിങ്ങളുടെ ആവശ്യം. നിങ്ങളുടെ അയൽവക്കത്ത് ആരാണോ അവർക്കെല്ലാം നിങ്ങളുടെ കമ്പാഷനേറ്റ് ലവ് പകർന്നു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. സ്റ്റാൻഡ് വിത്ത് സൈമൺ, ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ. സ്റ്റാൻഡ് വിത്ത് സൈമൺ വർഗീസ് ഫേസ്ബുക്ക്. സ്റ്റാൻഡ് വിത്ത് ഇൻസ്റ്റഗ്രാം സൈമൺ വർഗീസ്. എല്ലാം സൈമൺ വർഗീസാണ്. ഇറ്റ്സ് മീ സൈമൺ ആണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഓക്കെ, അതിൽ 7.K വ്യൂവേഴ്സ് വരുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സ്നേഹിതന്മാരോട് എനിക്ക് പറയാനുള്ളത്, പോസിറ്റീവായി ചിന്തിക്കുകയും പോസിറ്റീവായി ജീവിക്കുന്ന ചാനൽ വളരെ കുറവാണ്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് അടിക്കണം. കമൻ്റൊക്കെ ഒത്തിരി വരുന്നുണ്ട്, പക്ഷേ വ്യൂവേഴ്സും ഉണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ ദേശത്തും വിദേശത്തും യാത്രയ്ക്കും പഠനത്തിനൊക്കെ ഒത്തിരി പണം ചിലവുണ്ട്. അപ്പോൾ യാത്ര ചെയ്യാനുണ്ട്. ഞാനിതുവരെ മോണിറ്റൈസ് ചെയ്തിട്ടില്ല, എന്നിരുന്നാലും സബ്സ്ക്രിപ്ഷൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ ഇറ്റ് ഇസ് ഗുഡ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നിന്ന് പോകാനുള്ള പൈസയൊക്കെ നമുക്കുണ്ട്, അത് പറയാമല്ലോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്.